ഒരു ലോകം തന്നെ പൊയ്ക്കുകയാണ്. അത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു കുടുംബാണെന്ന് പറയാം. എനിക്ക് അത്രയും ഖേദമുണ്ട്. അവിടെ ജാതി മതം ഒന്നുമില്ല. മേപ്പാടിയിൽ പൊതുവെ ഇല്ല. വയനാട്ടിൽ പ്രത്യേകിച്ച് എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വല്ലാത്ത രീതിയിൽ സൗഹാർദ്ദം കീപ്പ് ചെയ്യുന്ന ഒരു ആളുകളുണ്ട്. അവിടെ മതം ഇല്ല എന്നാണ് പറയുന്നത്. ഒരു കല്യാണം വന്നാൽ എല്ലാ വീട്ടിലും വന്ന് കല്യാണമാണ് അല്ലേ? എനിക്ക് ഭയങ്കര വേദനയുണ്ട്. നിങ്ങളുടെ ഈ സ്ഥലത്താണ് അല്ലേ ഇത്? നിങ്ങളെ ഒരുപാട് സുഹൃത്തുക്കൾ പോയിട്ടുണ്ടാവില്ലേ? ശരിക്കും ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാർ ഇന്നിപ്പോ അവിടെ വീടില്ല, സ്ഥലമില്ല, ഇങ്ങനെയുള്ള ഇവരെ കാര്യങ്ങൾ അപ്പൊ നാളേക്ക് മറ്റന്നാൾക്ക് വെക്കരുത്. സഡൻലി ചെയ്തു കൊടുക്കുക. അവർക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇല്ല. അതും കൊണ്ട് സഡൻലി നാളെ മറ്റന്നാൾ പേപ്പർ ശരിയാക്കണമെന്നൊന്നും പറ്റില്ല. നാളെ മറ്റന്നാൾ നിങ്ങൾ തന്നെ കോടതി, നിങ്ങൾ തന്നെ ജനം, നിങ്ങൾ തന്നെ മന്ത്രി. എന്നാൽ എല്ലാവരും ഇപ്പൊ രക്ഷപ്പെടുത്താനും കൈ മാന്താനും കാല് മാന്താനും നമ്മൾ എത്ര ശക്തമായി നിന്നോ ഇതേമാതിരി നിങ്ങൾ ചേർന്ന് നിന്ന്, നിങ്ങളല്ല നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് അവർ കിട്ടേണ്ട ലഭിക്കേണ്ട കാര്യങ്ങളെ വാങ്ങിക്കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും, അവരെ മാത്രമല്ല പ്രകൃതിയെ മൊത്തം സംരക്ഷിക്കാനും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. ഇന്നത്തെ മന്ത്രിമാരും കലക്ടർമാരും ഇന്നത്തെ മന്ത്രിമാരും വലിയ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ 4ാം ക്ലാസ് 2ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെയാണ്. വലിയ വിദ്വാന്മാർ. എന്താണ്? അവരൊക്കെ അറിവാളിയാണ്. എന്നാൽ സ്കൂൾ പഠനം പഠിച്ച് ഓരോ ജോലികളിൽ അവിടെ നിൽക്കണമുണ്ടല്ലോ, ബുദ്ധിയിൽ ശൂന്യനാണ്. അതാണ് ഈ ഒരു ചില ആടുകളെയും കെട്ടിയിട്ട അത് അലഞ്ഞു തിന്നു. എന്നാൽ ചില പട്ടികളുണ്ടല്ലോ പോസ്റ്റ് കുഴിച്ചിട്ട മാതിരിയാ, പഠിക്കാൻ നോക്കൂല. അവന്റെ അല്പ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്പ സന്തോഷത്തിന് വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുക. നമസ്കാരം. മേപ്പാടിയിൽ പ്രളയം വന്നപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കണ്ട്. സുരേഷ് മേപ്പാടി എവിടെ എന്ന് ചോദിച്ചിട്ടുള്ള പോസ്റ്റുകൾ ഒരുപാടുണ്ട്. പക്ഷെ അതിനടിയിൽ വല്ലാത്ത രീതിയിൽ കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നമ്മൾ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിലും വല്ലാത്ത ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ചിരിപ്പിച്ച ഒരു വ്യക്തിയുടെ ആയിരുന്നു സുരേഷ് മേപ്പാടി എന്നുള്ള അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമന്റുകളായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ തന്നെ സുരേഷ് മേപ്പാടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പ്രേക്ഷകർ തെരഞ്ഞിട്ടുണ്ടാവും. ഏതൊക്കെ ഒരുപാട് വീഡിയോ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത്തരം ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടാവും അല്ലെ? എന്താണ് ശരിക്കും മേപ്പാടിക്ക് സംഭവിച്ചത്? ശരിക്കും മേപ്പാടിക്ക് എന്ന് പറഞ്ഞാല് അവിടെ ഒരു ലോകം തന്നെ പൊയ്ക്കുകയാണ്. അത് ഞാൻ പറയുമ്പോ എൻ്റെ ഒരു കുടുംബാണെന്ന് പറയാം. എനിക്ക് അത്രയും ഖേദമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സ് പൊട്ടുകയാണ്. അത്രയും പിഞ്ചു കുഞ്ഞുങ്ങളും അതേമാതിരി നമ്മളിപ്പോ അത്രയും ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ് പോയത്. അതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. പറഞ്ഞ തീരൂല. ഇതിനൊക്കെ കാരണക്കാരൻ ആരറിയോ? നമ്മൾ തന്നെ അവിടെ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞറിയോ? ഒന്നറിയോ? അവിടെ ജാതി മതം ഒന്നുമില്ല. മേപ്പാടിയിൽ പൊതുവെ ഇല്ല. വയനാട്ടിൽ പ്രത്യേകിച്ച് എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വല്ലാത്ത രീതിയിൽ സൗഹാർദ്ദം കീപ്പ് ചെയ്യുന്ന ഒരു ആളുകളുണ്ട്. അവിടെ മതം ഇല്ല എന്നാണ് പറയുന്നത്. ഒരു കല്യാണം വന്നാൽ എല്ലാ വീട്ടിലും വന്ന് കല്യാണമാണ് അല്ലേ? എനിക്ക് ഭയങ്കര വേദനയുണ്ട്. നിങ്ങളുടെ ഈ സ്ഥലത്താണ് അല്ലേ ഇത്? നിങ്ങളെ ഒരുപാട് സുഹൃത്തുക്കൾ പോയിട്ടുണ്ടാവില്ലേ? ശരിക്കും ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാര്, ഒരുപാട് ചെറിയ സ്വപ്നങ്ങളുള്ള ആൾക്കാർ, ഒരുപാട് പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ ഓരോന്നും കണക്ക് പറയാൻ പറ്റില്ല. അവരൊന്നും രാവിലെ പുലരും എന്ന് വിചാരിച്ചിട്ട് കിടന്നതാ, മണ്ണ് വന്ന് മൂടിക്കളഞ്ഞു. ഇതാണ് പ്രകൃതി. അതാണ് പറഞ്ഞത്. പ്രകൃതി കൊയ്യുന്നത് കൊയ്യാനും പ്രകൃതി കളയുന്നത് കളയാനുമാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? അപ്പോ അത് ചെയ്യാത്തതും കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അത് ഒരുപാട് പ്രകൃതിയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന ആളാണ്. പല ആളുകളും നിങ്ങൾക്ക് വട്ടാണെന്ന് പറയുന്ന ആളുകളാണ് അല്ലെ? കുറെ പ്രകൃതിനെ ദ്രോഹിക്കരുത് എന്ന് പലപ്പോഴും നിങ്ങൾ ക്ലാസ് എടുക്കാറുണ്ട് അല്ലെ? പിന്നെ ഞാൻ നിങ്ങൾ അപ്പൊ വട്ടനാക്കിയില്ലേ? എന്നെ വട്ടനാക്കി, എന്നെ പൊട്ടനാക്കി. എനിക്ക് ഒരുപാട് വേദന ഉണ്ട്. ഇത് മുൻകൂട്ടി ചില കാര്യങ്ങൾക്കറിയാം. ഒരു മൃഗം ചത്തിട്ടില്ല, പക്ഷികൾ ചത്തിട്ടില്ല, പറവകൾ ചത്തിട്ടില്ല. എന്നാൽ മനുഷ്യനക്കാണ് ഇങ്ങനെ ഓരോ ദുരിതങ്ങൾ സംഭവിക്കുന്നത്, പ്രളയം സംഭവിക്കുന്നത്, ഭൂകമ്പം സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ട്? മനുഷ്യൻ പ്രകൃതിയെ അറിയാത്തത് കൊണ്ട്. പ്രകൃതിക്കെതിരായ കാര്യങ്ങളെ മനുഷ്യന്റെ നിത്യ വരുമാനമാക്കി. ഈ പ്രകൃതി മാത്രമല്ല, സയൻസ് അല്ല ഇതിലുള്ളത്. ഒരുപാട് ആൾക്കാര് പ്രകൃതി സയൻസ് എന്നല്ല, സയൻസിന്റെ ഉപരി ദൈവശക്തി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതിനോട് അടുക്കുമ്പോൾ അത് ശരിക്കും സത്യമായി നടക്കുന്നവന് അത് കരണ്ട് അടിക്കണ മാതിരി ഒരു ഉണർവും കിട്ടും. അവന്റെ ഹൃദയത്തിലേക്ക് സ്പർശനം ഉണ്ടാവും. ഇതല്ലാണ്ട്
ഇന്നിവിടെ സംബന്ധിച്ച് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എന്നാൽ പ്രാർത്ഥനയുണ്ട്. ആർക്കും പ്രാർത്ഥനയില്ല, ആരും മോശപ്പെട്ടവരല്ല എന്നല്ല പറഞ്ഞത്. ഇതാണ് പ്രകൃതിക്ക് പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ നിത്യ കാര്യങ്ങളാക്കി ചെയ്യുന്നു. അതേമാതിരി ദൈവം നിശ്ചയിച്ച കാര്യങ്ങളെ നിത്യ കാര്യങ്ങളായി ചെയ്യുന്നു. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈബ്രോ ഭാഷയല്ലേ, ഈബ്രോ ഭാഷയിൽ ആ സാധനം എഴുതിയിട്ടുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പും പല യുഗങ്ങൾക്ക് മുമ്പും ജാതിയും മതവും ഉണ്ട്. എന്നാൽ അതിനെ ഒരു 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 ക്ലിയറൻസ് ആക്കി കൊണ്ടുവന്നത്, ഇപ്പൊ ലോകം ഭയങ്കരമായിട്ട് കിടക്കുന്ന മാതിരി ഒരു ഗ്രാമം ഇങ്ങനെ വിശദമായി അവിടെ ഇവിടെ മുക്കിലും മൂലിലും കിടക്കുക, അതിനെ ഒതുക്കി ഒരു ചിട്ടക്കൂട്ടിൽ കൊണ്ടുവന്നത് ആ ബുക്കാണ്. ആ ബുക്ക് പല ഭാഷകളിൽ എഴുതി. കുറെ കഴിയുമ്പോൾ അത് മതമാക്കി മാറ്റി. അത് മാറ്റിയ കൊണ്ട് ചില ആൾക്കാർ വായിച്ചില്ല. അതിനും ഒരു യോഗം വേണം. സുരേഷ് മേപ്പാടി എന്നുള്ള താങ്കളെ ശരിക്കും സോഷ്യൽ മീഡിയ തെരഞ്ഞ ആ സമയം, ഇപ്പൊ മേപ്പാടി ആയതുകൊണ്ടായിരിക്കാം സുരേഷ് മേപ്പാടിനെ ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളതാണ്. അപ്പോ ഒരുപാട് ആളുകൾ നിങ്ങളെ കാണുന്നതാണ്. അപ്പോ അത്ര രീതിയിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. താങ്കളുടെ പ്രകൃതി സ്നേഹികളൊക്കെ അത്യാവശ്യം താങ്കളെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സുരേഷ് മേപ്പാടിക്ക് എന്ത് സംഭവിച്ചു, ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള. അതാണ് എന്റെ ജനങ്ങൾക്ക് പറയാനുള്ളത്. എനിക്ക് ഒരുപാട് കോൾ എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഒരു 10-200 കോളിന്റെ മേലെ വരും. അപ്പൊ അത്രയും എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, ഇത് എന്റെ സങ്കടമാണ്. നിങ്ങൾക്ക് ഇപ്പൊ സംഭവിച്ചു, ഇനി സംഭവിക്കാൻ പാടില്ല, അങ്ങനെ ഇനി വരാൻ പാടില്ല. അതിന് പ്രകൃതിപരമായിട്ട് എന്തൊക്കെ ചെയ്യാം, പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം. ഇന്ന് മിലിറ്ററിക്കാര്, പിന്നെ അതേമാതിരി ഫയർഫോഴ്സ്, അതേമാതിരി ഒരുപാട് സംഘടനകൾ, എല്ലാം മസ്ലിം പവറുള്ള ആൾക്കാരും ഭയങ്കര ബുദ്ധി പവറുള്ള ആൾക്കാരൊക്കെയാണ് പോയി ശക്തമായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇതേ ശക്തിയും ഇതേ ശൂരതയും നമ്മൾ എന്തിനു വേണ്ടി കാണിക്കണം അറിയോ? പ്രകൃതിയെ സംരക്ഷിക്കാനും ഇനി ഇങ്ങനെ ഒരു ദുരന്തം വരാണ്ടിരിക്കാനുമുള്ള നല്ല പഠനത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് കോടതി, നിങ്ങൾ തന്നെയാണ് സ്കൂൾ, നിങ്ങൾ തന്നെയാണ് ടീച്ചർ, നിങ്ങൾ തന്നെയാണ് വക്കീൽ, നിങ്ങൾ തന്നെയാണ് മന്ത്രി. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എല്ലാത്തിനും മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സത്യം, നീതി, ധർമ്മം, ഇതിൽ അടങ്ങാത്ത ചില കാര്യങ്ങൾ ആരൊക്കെ നഷ്ടപ്പെട്ടു സുരേഷിന്? എനിക്ക് ഒരുപാട് സഹോദരന്മാരും ഒരുപാട് അമ്മമാരും ഒരുപാട് പിന്നെ വരും തലമുറകൾക്കുള്ള ഭാവിക്കുള്ള കുട്ടികളും ഒരുപാട് നാളത്തെ മന്ത്രിമാരും നാളത്തെ രാജാക്കന്മാരും നാളത്തെ ഈ ലോകത്തെ സംരക്ഷിക്കേണ്ട എന്താ പറയാ അവരൊക്കെയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇത് ഒരുപാട് പേര് പോയോ? അറിയുന്ന ഒരുപാട് പേര് മണ്ണിനടിയിലല്ലേ. എനിക്ക് ഭയങ്കര വേദന വന്നു, ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ആ വിളിക്കുമ്പോൾ എനിക്ക് കോൾ എടുക്കാൻ പറ്റുന്നില്ല, കോൾ എടുക്കാനേ പറ്റുന്നില്ല. എനിക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ കണ്ണ് നിറയുകയാണ്. പറഞ്ഞ മനസ്സിലായോ? ഉള്ളു തട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നിപ്പോ അവിടെ വീടില്ല, സ്ഥലമില്ല, ഇങ്ങനെയുള്ള ഇവരെ കാര്യങ്ങൾ അപ്പൊ നാളേക്ക് മറ്റന്നാൾക്ക് വെക്കരുത്. സഡൻലി ചെയ്തു കൊടുക്കുക. അവർക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇല്ല. അതും കൊണ്ട് സഡൻലി നാളെ മറ്റന്നാൾ പേപ്പർ ശരിയാക്കണമെന്നൊന്നും പറ്റില്ല. നാളെ മറ്റന്നാൾ നിങ്ങൾ തന്നെ കോടതി, നിങ്ങൾ തന്നെ ജനം, നിങ്ങൾ തന്നെ മന്ത്രി. ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ഇവർക്ക് വരുന്ന സാധനങ്ങളെ, ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെ ഈ അരിച്ചാക്കിന് ഓട്ടിടുന്ന മാതിരി, പിന്നെ ഈ പെരിച്ചായി ഒന്ന് ഓട്ടിടുന്ന മാതിരിയുള്ള പരിപാടി ചെയ്താൽ പെട്ടെന്ന് അവർക്ക് കിട്ടുന്നതേ കിട്ടൂല. എന്നാൽ എല്ലാവരും ഇപ്പോൾ രക്ഷപ്പെടുത്താനും കൈമാന്താനും കാലുമാന്താനും നമ്മൾ എത്ര ശക്തമായി നിന്നോ ഇതേമാതിരി നിങ്ങൾ ചേർന്ന് നിന്ന്, നിങ്ങളല്ല നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് അവർ ലഭിക്കേണ്ട കാര്യങ്ങളെ വാങ്ങിക്കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും, അവരെ മാത്രമല്ല പ്രകൃതിയെ മൊത്തം സംരക്ഷിക്കാനും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളെ വട്ടനാക്കിയ ആളോട് എന്താണ് പറയാനുള്ളത് അങ്ങോട്ടേക്ക്? എനിക്ക് വട്ടനാക്കിയ ആളോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? നീ പഠിക്ക്. ഇപ്പോ സ്കൂളുണ്ട് ഇവിടെ. സ്കൂൾ എന്തിനു വേണ്ടി ഉണ്ടാക്കി അറിയോ? ബുദ്ധിശൂന്യം, ബുദ്ധിക്ക് കുറവുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു പഠനം ഉണ്ടാക്കി, ഒരു ചിത്രകരണം ഉണ്ടാക്കിയിട്ട് അവർക്ക് ജോലി കൊടുക്കാനും അറിവ് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അറിവല്ല, അവർക്ക് ഒരു പഠനം കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ ഉണ്ടാക്കിയത്. അത് ചിന്തിക്കാനുണ്ട്. ഇന്നത്തെ മന്ത്രിമാരും കലക്ടർമാരും ഇന്നത്തെ മന്ത്രിമാരും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ 4ാം ക്ലാസ് 2ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെയാണ്. വലിയ വിദ്വാന്മാർ. എന്താണ്? അവരൊക്കെ അറിവാളിയാണ്. എന്നാൽ സ്കൂൾ പഠനം പഠിച്ച് ഓരോ ജോലികളിൽ അവിടെ നിൽക്കണമുണ്ടല്ലോ, ബുദ്ധിയിൽ ശൂന്യനാണ്.
അത് എന്തുകൊണ്ട് വെച്ചാൽ അവൻ എഴുതി വെച്ച പഠന പഠിച്ചത്. എന്നാൽ ഇവൻ എഴുതി വെക്കാത്ത അറിവിനെ ഈ വെള്ളം ഊറ്റി വരുന്ന മാതിരി പെരുക്കിയെടുക്കുന്നതാണ് വിദ്വാൻ. പറഞ്ഞ മനസ്സിലായോ? അപ്പോ ഇത് പഠിച്ചിട്ട് അവൻ അത് ചില കാര്യങ്ങളെ തെറ്റി തന്നെ പറയുള്ളൂ. അതുകൊണ്ട് നീ എഴുതി വെച്ചത് പഠിച്ചതും നമ്മൾ പ്രകൃതിയെ പഠിക്കണം. നമ്മൾ പ്രാക്ടിക്കലാണ് എല്ലാ കാര്യത്തിലും. താങ്കളുടെ ഒരു കോൺസെപ്റ്റ് മനുഷ്യനെ സ്നേഹിക്കുന്ന പോലെ അതേപോലെ തന്നെ നമ്മള് മൃഗങ്ങളെയും അതേപോലെ തന്നെ പ്രകൃതിയെയും സ്നേഹിക്കണം എന്നുള്ളതാണ് അല്ലെ? പ്രകൃതിയെയും സ്നേഹിക്കണം. അതേമാതിരി ഉദ്യോഗസ്ഥന്മാർ, ഈ പ്രകൃതി ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഈ ഫോറസ്റ്റ്, അതേമാതിരി വെള്ളം സംരക്ഷിക്കുന്ന ആൾക്കാർ, മണ്ണ് സംരക്ഷിക്കുന്ന ആൾക്കാർ, ഈ മണ്ണ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് JCB വെക്കുക. പിന്നെ JCB വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതേമാതിരി പിന്നെ പാറ പൊട്ടിക്കണ്ട പറഞ്ഞിട്ട് പാറ പൊട്ടിക്കുക. രണ്ടാമത് പാറ പൊട്ടിച്ചോ, നിനക്ക് ആവശ്യത്തിനെടുത്തോ, അനാവശ്യത്തിനാക്കല്ലേ. കച്ചവടം. മരം മുറിച്ചു, മരം നീ ആവശ്യത്തിനെടുത്തോ, അനാവശ്യമാക്കല്ലേ, ഒരു ബിസിനസ് ആക്കല്ലേ. ഇത് നാളെ നീ ഇന്ന് ജീവിച്ചു പോകും, നാളെ നിന്റെ കുട്ടികൾക്ക് ദുരന്തമാണ്. കോഴിക്കോട് സംഭവിച്ചു അല്ലേ? കോഴിക്കോട് സംഭവിച്ചു. അതേമാതിരി പല സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും പല സ്ഥലങ്ങളിൽ സംഭവിക്കും. അത് 100%. അത് സയൻസും കൊണ്ട് നടന്നാൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ദൈവശക്തി ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴേ ഇതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും. പിന്നെ ഇതിൽ വേറെ ഒരുപാട് പണം വെച്ചിട്ട്, ഒരുപാട് പെട്ടിക്കണക്കിന് ഇത് വെച്ചിട്ട് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. പണമല്ല സമ്പത്ത്, അറിവാണ് സമ്പത്ത്, ആരോഗ്യമാണ് സമ്പത്ത്. ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. ബിസ്ലറി വാട്ടർ എന്ന പേരിൽ ഇന്ന് ബിസ്ലറി വാട്ടറിൽ ഒരു മീനായിട്ട് ആ മീൻ ചത്തുപോകും. ആ വെള്ളമാണ് പിന്നെ ഒരു തുള്ളി വെള്ളം നിർമ്മിക്കാൻ കഴിയാത്തവൻ വെള്ളത്തെ കംപ്ലൈന്റ് പറഞ്ഞു. അതാണ് ജനങ്ങളെ കുടിപ്പിക്കുന്നത്. അതിൽ കംപ്ലൈന്റ് വന്നു. ചെക്കപ്പ് എന്ന പേരിൽ ബ്ലഡ് ചെക്ക് ചെയ്യുന്നു. ചെക്കപ്പിന്റെ ആവശ്യമില്ല. ചോറ് കഴിക്കുമ്പോ പിന്നെ ഒറ്റയ്ക്ക് ദഹിപ്പിക്കുകയാണെങ്കിൽ ഈ ശരീരം ചെക്കപ്പ് വേണ്ട. ഇതേമാതിരി അവിടെ സമരഭൂമിയിൽ ഇത് കൊടുക്കുന്നു. എന്താ? എലി ഗുളിക. എലിപ്പനി എങ്ങനെ വന്നോ? എലിയിൽ നിന്ന് വന്നോ, മനുഷ്യരിൽ നിന്ന് വന്നോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പല മതങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ മതം പറഞ്ഞേക്കണം 10 നേരം പ്രാർത്ഥിക്കാൻ, 5 നേരം പ്രാർത്ഥിക്കാൻ. മല പിന്നെ പ്രകൃതിന്റെ ആണിയാണ്. നീ എന്തിനാ പ്രകൃതിന്റെ ആണി ഇളക്കുന്നത്? നീ ഇത് പഠിച്ചല്ലോ. ഞങ്ങളെ മതം പറഞ്ഞേക്കണേ ശവം 10 മിനിറ്റിന്റെ മേലെ വെക്കാൻ പാടില്ല, വെച്ചാ പാവമാണ്. നീ ഇതെല്ലാം ചെയ്യാനല്ല നിൽക്കണേ. ചെയ്യുന്നത് തെറ്റാണോ? പ്രകൃതി രൂക്ഷമാണോ, പാവമാണോ? അത് എല്ലാവർക്കും സ്നേഹം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട്. ഇനി വരുന്ന ദുരിതം വരാനുള്ള കാരണക്കാരൻ നീ തന്നെ ആകാണ്. വെറും ഇറച്ചി വെട്ടും പിന്നെ അതല്ലാണ്ട് പിന്നെ പപ്പടം ചൂടുന്നവനൊക്കെ വിളിച്ചിട്ട് പിന്നെ അവൻ എന്താ അറിയുക? യൂണിഫോമിന് ഒരു വില ഉണ്ട്, ഓരോ സ്ഥാനത്തിനും ഒരു വില ഉണ്ട്. അതാണ് ഈ ചില ആടുകളെയും കെട്ടിയിട്ട അത് അലഞ്ഞു തിന്നു. എന്നാൽ ചില പട്ടികളുണ്ടല്ലോ, പോസ്റ്റ് കുഴിച്ചിട്ട മാതിരിയാ, പഠിക്കാൻ നോക്കൂല. അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്പ സന്തോഷത്തിന് വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുക. ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ലാഭമല്ല. നീ ജീവിച്ചു പോകും, നാളെ നിന്റെ തലമുറ ജീവിക്കണ്ടേ? അവൻ എങ്ങനെ ജീവിക്കും? നീ തന്നെ ഇങ്ങനെ തെണ്ടി കിടക്കുമ്പോ അവൻ എങ്ങനെ ജീവിക്കും? തീർച്ചയായും. സുരേഷ് മേപ്പാടി, എനിക്ക് ഒരുപാട് വേദനയുണ്ട്. സുരേഷ് മേപ്പാടി ജീവിച്ചിരിപ്പുണ്ട് അല്ലേ? സുരേഷ് മേപ്പാടി ജീവിച്ചിരിപ്പുണ്ട്. ഇത് സുരേഷ് മേപ്പാടിക്ക് പറയാനുള്ളതാണ്. നിങ്ങള് ഇതൊന്നും കട്ട് ചെയ്യരുത്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ എന്താ പറയാ, ഇനി അടുത്ത് നമുക്ക് മെഡിസിനെ കുറിച്ച് പിന്നെ അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും സുരേഷ് മേപ്പാടി അവിടെ ജീവിച്ചിരിപ്പുണ്ട്. സുരേഷ് മേപ്പാടിയെ അറിയുന്ന ആളുകളോട്, തിരക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? തിരക്കുന്ന ആളുകളോട് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹം ഞാൻ മനസ്സിലാക്കി. എന്തായാലും എന്താ പറയാ, ഇനിയൊരു പ്രളയം വരാണ്ട് ഒരു 1000-കണക്കിന് 400 നമ്മളെ കണക്കിൽ 1000-കണക്കിന് ആൾക്കാർ പോയിട്ടുണ്ട്, 1000-കണക്കിന് വീട് പോയിട്ടുണ്ട്. പൊന്നിനോടും പണത്തിനോടും ഇതിനോടും പാവങ്ങളോടും നടക്കാണ്ട് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ നമ്മളെ സംരക്ഷണം ഓട്ടോമാറ്റിക് പ്രകൃതി സംരക്ഷിച്ചോളൂ. തീർച്ചയായും അത് ഒരു വലിയൊരു പോയിന്റ് ആണ്. അതാണ് പലപ്പോഴും സുരേഷ് മേപ്പാടിയെ എന്താണ് വളരെ വല്ലാത്ത രീതിയിലേക്ക് കമന്റ് ഒക്കെ ചിത്രീകരിക്കുമ്പോഴും പല കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലേക്കുണ്ട്. അതായത് പ്രകൃതിയെ നശിപ്പിക്കരുത്, പ്രകൃതിയാണ് നമുക്ക് എല്ലാം തരുന്നത് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഇദ്ദേഹം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് ഇന്ന് നിൽക്കുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളൊക്കെ സുരേഷ് മേപ്പാടി എവിടെ എന്ന് ചോദിക്കുന്നതിന് അപ്പുറത്തേക്ക് താഴത്ത് കമന്റ് വായിച്ചാൽ അറിയാൻ പറ്റും ഇദ്ദേഹം ഒരു കണക്കിന് നല്ല മനുഷ്യരായിരുന്നു, ഞങ്ങളെ കുറെ ചിരിപ്പിച്ചിരുന്നു, ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല എന്നുള്ള രീതിയിലേക്ക്.
അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഏറ്റെടുത്ത ആളുകളൊക്കെ ശരിക്കും വളർന്നു വരുന്ന ആളുകളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എന്തിന് അപ്പോൾ ചിലപ്പം ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്തിനാണ് സുരേഷ് മേപ്പാടിയെ നിങ്ങൾ പരിചയപ്പെട്ടത്, പോയി ഇന്റർവ്യൂ ചെയ്തത് ചിലപ്പം എന്നോട് ചോദിച്ചേക്കാം. പക്ഷേ കാര്യങ്ങൾ ആര് പറഞ്ഞാലും മനസ്സിലാക്കണം. പ്രകൃതിയെ നോവിക്കരുത് എന്ന് പറഞ്ഞാൽ 100% നോവിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ സുരേഷ് മേപ്പാടി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. എന്തായാലും നന്ദി. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ചില ചാനലുകാർ ചെയ്യുന്നത് എന്താ അറിയോ, ആര് വലിയ ആള് ആര് ചെറിയ ആള്. എടാ, അറിവുള്ളോൻ വലിയ ആളാ. അറിവുള്ളോൻ ജനങ്ങൾക്ക് നല്ല മെസ്സേജ്, പഠിക്കാത്ത മെസ്സേജ് കൊടുക്കാൻ വലിയ ആളാ. ആരും അങ്ങനെ ചെറിയ ആള് വലിയ ആള് ഇല്ല. പറഞ്ഞ മനസ്സിലായോ? ചാനലിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജാ നോക്കണ്ടി. വെറുതെ പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ എന്താ പറയാ, എന്താ വേൾഡ് റെക്കോർഡ്, ഇതിനു വേണ്ടി ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ചന്തയിലാണെന്ന് വെക്കുന്നത്. ഒരു 5 പുഷപ്പ് എടുക്കണവനക്ക് പിന്നെ വേൾഡ് റെക്കോർഡ് ഓഫ് ഇന്ത്യ, അല്ല പിന്നെ ഗിന്നസ് റെക്കോർഡ്, പിന്നെ എന്താണ് ഇന്ത്യ റെക്കോർഡ്. മര്യാദക്ക് ഒറ്റ വിരലും കൊണ്ട് ഒരു ഓട്ടോ കളിക്കണവൻ എന്താ ചെയ്യും? അപ്പോ ഒരു മരത്തെ ഓട്ടോ കളിക്കണവനെ അപ്പൊ നിങ്ങൾ എന്ത് റെക്കോർഡ് കൊടുക്കും? അപ്പൊ ഇതൊക്കെ അർഹിക്കുന്നവന്ന് കൊടുക്കുക. അർഹിക്കുന്നവന് നിങ്ങൾ വീഡിയോ കൊടുക്കണം. വീഡിയോ എനിക്ക് തരാനല്ല പറയുന്നത്, ജനങ്ങളിലേക്ക് മെസ്സേജ് എത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ തീർച്ചയായും വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. ഓക്കെ.